അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൈൽ കൂരാട് ഉസ്താദിന്റെ നല്ല ഒരു മദ്ഹ് ഗാനമുണ്ട്. നമുക്ക് ആ മദ്ഹ് ഗാനം ഒന്ന് കേട്ടിട്ട് ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ ദിശയുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബി പൊന്നറയിൽ തിരുനബി വരവിൻ്റെ ദിശയുണ്ട്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. പച്ചപ്പരവതാനി വിരിച്ച മലകളും ജലാശയങ്ങളും പർവ്വതങ്ങളും പാറകളും ഫലവത്തായ വൃക്ഷങ്ങളും കായ്കനികളും നിറഞ്ഞ മനോഹരവും പ്രകൃതി രമണീയവുമായ സുന്ദര ഭൂമി. ഭൂമിയിൽ നിന്ന് മേൽപോട്ട് കണ്ണുകളുയർത്തിയാൽ കാണുന്ന അതിമനോഹരമായ ആകാശം, ആകാശത്തെ നിറസാന്നിധ്യമായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ സുന്ദര ലോകത്തെ അള്ളാഹു സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാൻ വേണ്ടിയും ഒപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനവും കറാമത്തും അറിയുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ എൻ്റെ പേര് മുഹമ്മദ്, ഇഞ്ചീലിൽ അഹ്മദ്, തൗറാത്തിൽ അഹീദ് എന്നുമാണ്. അഹീദ് എന്ന് എനിക്ക് പേര് വെക്കുവാനുള്ള കാരണം എൻ്റെ സമുദായത്തെ ഞാൻ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കൊണ്ടാണ്. മാഷാ അല്ലാഹ്. ഇങ്ങനൊരു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി ജനിച്ചതിൽ ഭാഗ്യമാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഞ്ചീലിൽ അഹീദ്, അതായത് ഉമ്മത്തിനെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നു, ആ ഒരു കാരണം കൊണ്ടാണ് ഇഞ്ചീലിൽ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒരു വിശേഷണം നൽകിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. എത്ര തുറന്ന ഹൃദയത്തോടു കൂടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എൻ്റെ ഉമ്മത്തിനെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഒരു പേരിൻ്റെ ആ ഒരു അർത്ഥം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രതിപാദിച്ചത്. മാഷാ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളും സാധ്യതകളും ആഖിറ ലോകത്തും ഈ ഭൂമിയിലും നിരവധിയാണ്. നമുക്ക് മദ്ഹിന്റെ അടുത്ത വരിയിലേക്കൊന്ന് പോയിട്ട് വിഷയത്തിലേക്ക്, ഹബീബായ തങ്ങളിലേക്ക് കടന്നു വരാം ഇൻഷാ അല്ലാഹ്. പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യക്കല്ലിൻ്റെ ചേലോ ത്വാഹ മരുഭൂവിൽ മലരിട്ട പൂവോ. പൂന്തേനോ പൂങ്കാറ്റോ സ്നേഹത്തിൻ സുൽത്താനോ മാണിക്യക്കല്ലിൻ്റെ ചേലോ ത്വാഹ മരുഭൂവിൽ മലരിട്ട പൂവോ. കാലങ്ങൾ വാഴ്ത്തുന്നു, ആരും പുകഴ്ത്തുന്നു, മക്കത്തിറങ്ങി നിലാവ്. മന്ദാര മധുവഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിം നബിയെ ഞാൻ ഖലീലാക്കി, അതിനാൽ താങ്കളെ ഞാൻ ഹബീബാക്കുന്നു, താങ്കളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു സൃഷ്ടിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല.
ഐഹിക ലോകത്തെയും അതിലെ വാസക്കാരെയും ഞാൻ സൃഷ്ടിച്ചത് എൻ്റെ അടുക്കൽ താങ്കൾക്കുള്ള സ്ഥാനവും കറാമത്തും അവർ അറിയാൻ വേണ്ടിയാണ്. താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ദുന്യാവിനെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. അതായത്, നബിയെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മേൽ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. എല്ലാവരെക്കാളും, എല്ലാ സൃഷ്ടികളെക്കാളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാനം മേലെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, വഹിയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നബിയെ അങ്ങയുടെ അടുക്കൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നുള്ള കുറച്ച് വിഷയങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. അതായത്, നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ സ്വർഗവും നരകവും ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു വഹി വന്ന സമയത്ത്, ഈസ, താങ്കൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുക. താങ്കളുടെ സമുദായത്തിൽ നിന്ന് മുഹമ്മദിന്റെ കാലമെത്തുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലമെത്തുന്നവർ മുഹമ്മദിൽ വിശ്വസിക്കണമെന്നും കൽപ്പിക്കുക. മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ ആദമിനെയും സ്വർഗ നരകത്തെയും ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാമിനോട് മുത്തുനബി തങ്ങളെ അടുക്കൽ പറയാൻ വേണ്ടി ഏൽപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മേൽ പറഞ്ഞതിൽ നിന്നെല്ലാം ഐഹിക ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിമകൾ അറിയാനും പറയാനുമാണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. മക്കത്തെ മാനത്തോ മണ്ണിലോ വിണ്ണിലോ ബദറുൽ മുനീറായ നൂറ്, ആ ശംസായി തെളിയും സിറാജ്. മക്കത്തെ മാനത്തോ മണ്ണിലോ വിണ്ണിലോ ബദറുൽ മുനീറായ നൂറ്, ആ ശംസായി തെളിയും സിറാജ്. കാണുവാനാമോദം, കാണുമ്പോൾ ആനന്ദം, മണിമുത്ത് നൂറിൻ വസന്തം. മന്ദാര മധു അഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. ഏഴാകാശച്ചെരുവിൽ അറബി പുന്നറയിൽ തിരുനബി വരവിന്റെ ദിശയുണ്ട്. മന്ദാര മധു അഴകിൽ മീലാത് വരുന്നുണ്ട്. മുത്താറ്റൽ നബി അവരിൽ മൗലീദിൻ നിശലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിഞ്ഞിരിക്കേണ്ട മഹിമകൾ പ്രധാനം അവിടുത്തെ ശരീര സൗന്ദര്യത്തെ കുറിച്ചാണ്. കാരണം ചെറുപ്പം മുതലേ പഠിച്ചു പോരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഭൂലോക സൗന്ദര്യം എന്ന്. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യത്തെ നേരിൽ കണ്ട സ്വഹാബിവര്യന്മാരുടെ അരികിൽ നിന്ന് തന്നെ വേണം ആ സൗന്ദര്യം നുകരാൻ. അവർക്ക് ആ സൗന്ദര്യത്തെ ഒരു വിധമെങ്കിലും വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ് അസീറത്തുൻ നബവിയ. ഈ വിജ്ഞാനത്തിലെ ഒരു ഉപശാഖയാണ് അശ്ശമാഇൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗലാവണ്യവും വർണ്ണവിശേഷങ്ങളുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം തന്നെ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു നിവേദനമുണ്ട്. പൗർണമി രാവിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ശരീരത്തെ മുഴുവൻ മറക്കുന്ന ഒരു ചുവന്ന വസ്ത്രമാണ് അവിടുന്ന് അണിഞ്ഞിരുന്നത്. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും പൂർണ്ണചന്ദ്രനിലേക്കും മാറി മാറി നോക്കും. എന്റെ ദൃഷ്ടിയിൽ പൂർണ്ണചന്ദ്രനേക്കാൾ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ മുഖം വാളിനെ പോലെയായിരുന്നു. മഹാൻ പറഞ്ഞു, അല്ല, പൂർണ്ണചന്ദ്രനെ പോലെയായിരുന്നു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എഴുതുന്നു, മുഹമ്മദ് ബിൻ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, ഞാൻ മുഅവ്വിദിന്റെ മകള് റബയ്യനോട് പറഞ്ഞു, നീ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചു താ. മഹദി പറഞ്ഞു, നീ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ പറയുമായിരുന്നു സൂര്യൻ ഉദിച്ചിരിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ഇമാം ഷാമി റളിയല്ലാഹു അൻഹു എഴുതുന്നു, ബാരി ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, മഹാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കണ്ടതിനെല്ലാം ഭംഗി ഉണ്ടായിരുന്നു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. മാഷാ അല്ലാഹ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.